ഇപ്പോൾ കോർഡിനേറ്റീവ് എഡിറ്റർ ബിനീഷ് കൊട്ടാരത്തിലും ഒപ്പം ചേരുകയാണ് വിശകലനങ്ങളുമായി. ബിനീഷ്, ഇപ്പോൾ ആദർശ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത മുന്നിൽ വന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ എല്ലാ പരിമിതികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഇടക്കാല ബജറ്റ്, അങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? സ്വപ്ന, തീർച്ചയായിട്ടും ഈ ബജറ്റിന് യഥാർത്ഥത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. കാരണം നിലവിൽ ഒരു ബജറ്റുണ്ട്, അത് ഈ വരുന്ന മാർച്ച് വരെ നിലനിൽക്കുന്ന ഒരു ബജറ്റ് കഴിഞ്ഞ തവണ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ ബജറ്റ് ഈ മാർച്ച് 30 നമുക്കറിയാം 2 മാസത്തിനപ്പുറം തെരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ ബജറ്റ് പ്രഖ്യാപനം താൽക്കാലികമായ ഒരു പ്രഖ്യാപനവും ഒരു നടപടിക്രമങ്ങൾ എന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതി. പക്ഷേ അതിന് വളരെ നല്ല രീതിയിൽ, അതായത് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് പരമാവധി വോട്ടുകൾ ഉറപ്പിക്കുക എന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാരിനെ കൊണ്ടെത്തിക്കുവാനുള്ള ഒരു മാർഗം മാത്രമാണ് ഇപ്പോഴുള്ള ഈ ബജറ്റ്. നമുക്കറിയാം, ഈ ബജറ്റ് ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. അതിലെ പ്രഖ്യാപനങ്ങൾ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്ന തരത്തിൽ മാത്രമാണ് ഇപ്പോൾ ഈ പുതിയ ബജറ്റ് വന്നിട്ടുള്ളത്. ചില പ്രഖ്യാപനങ്ങളും ഒപ്പം വന്നിട്ടുണ്ട്. കാരണം ഈ പ്രഖ്യാപനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു ബജറ്റ് എന്ന തരത്തിൽ വിലയിരുത്തുമ്പോൾ ഇടക്കാല ബജറ്റ് എന്ന നിലയിൽ മാത്രമല്ല, അടുത്ത മാർച്ചിന് ശേഷം നിലയിൽ വരുന്ന ഒരു ബജറ്റ് എന്ന നിലയിൽ യാതൊരു പ്രസക്തിയുമില്ല ആ പ്രഖ്യാപനങ്ങൾ. പക്ഷേ സർക്കാർ നേരത്തെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബജറ്റിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിലടക്കം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് നമുക്ക് പൂർണ്ണ ബജറ്റുമായി ഉടൻ തന്നെ മടങ്ങി വരാമെന്നാണ്. കാരണം ആ ബജറ്റിലേക്കുള്ള ഒരു സൂചകമായി മാത്രം ഈ ബജറ്റിനെ കണ്ടാൽ മതി. പ്രത്യേകിച്ച് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നേരത്തെ ആദർശ് സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് 400+ എന്ന സീറ്റ് ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുന്ന NDAക്ക് ഏറ്റവും നിർണായകമായ അവരുടെ ആ സീറ്റുകൾ ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പടി മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഈ ബജറ്റിലുള്ളത്. ഈ ബജറ്റ് നേരത്തെ സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ്. കാരണം നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നു. കഴിഞ്ഞ തവണയും സപ്തർഷി എന്ന രീതിയിൽ 7 മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചത്. ആ ബജറ്റിൻ്റെ തുടർച്ചയായി തന്നെ ആ ബജറ്റിൽ പറഞ്ഞ ആ 7 മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഒപ്പം തന്നെ സ്ത്രീകൾക്ക് വനിതകൾക്കുള്ള പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ഇടത്തരക്കാർക്ക് വീട്, നേരത്തെ പാവങ്ങൾക്കാണ് വീട് പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ അത് ഇടത്തരക്കാരിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു. ഒപ്പം തന്നെ റെയിൽവേ വികസനം, നമുക്കറിയാം കഴിഞ്ഞ ബജറ്റിൽ റെക്കോർഡ് തുകയാണ് റെയിൽവേ വികസനത്തിനായി മാറ്റിവെച്ചിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. 3 പ്രധാന ഇടനാഴി വരുന്നു. ഒപ്പം തന്നെ റെയിൽവേയുടെ നമുക്കറിയാം, ഇപ്പോൾ യാത്രാ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കോച്ചുകളുടെയൊക്കെ സ്ഥിതി വളരെ മോശമാണ്. അതെല്ലാം ഇപ്പോഴുള്ള വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് മാറ്റുവാനായി തീരുമാനിക്കുന്നു. അങ്ങനെ റെയിൽവേയിൽ വലിയൊരു വികസനം ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ വ്യോമഗതാഗതത്തിലും വലിയ കുതിപ്പ് രാജ്യത്തുണ്ടാകും എന്ന ഒരു പ്രഖ്യാപനവും നൽകുന്നു. കാരണം 249 പുതിയ വിമാനത്താവളങ്ങളാണ് ഈ ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് എന്തായാലും ഇത്തരം രീതിയിലേക്ക് വലിയ പദ്ധതികൾ കൊണ്ടുപോകുന്നു. ഒപ്പം തന്നെ കാർഷിക മേഖലകളിലും യുവാക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതികളും ഒക്കെ ഒരു വശത്ത് കൊണ്ടുവരുന്നു. അങ്ങനെ സമൂഹത്തിലെ എല്ലാ തട്ടിലും ഒരു സമഗ്രമായ ഒരു വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബജറ്റാണ്. ഈ ബജറ്റിന് കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ബജറ്റുകളുടെ ഒരു തുടർച്ചയായി തന്നെ വേണം വിലയിരുത്തുവാനായി. ആ രീതിയിൽ തന്നെയാണ് ബജറ്റുമായി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ പ്രതീക്ഷയോടുകൂടി നീങ്ങുന്ന സർക്കാരിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു സാഹചര്യത്തിൽ ആ ബജറ്റുകൾ തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്താണോ അതിലേക്കാണ് പോകുന്നത്. മാത്രമല്ല, ഈ ബജറ്റിലും ഒരു കാര്യം അടിവരയിടുന്നുണ്ട്. 2047 ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക, ഒരു ഡെവലപ്ഡ് കൺട്രിയാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള പദ്ധതികളാണ് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വലിയ എല്ലാ മേഖലയിലും വികസനം, ഒപ്പം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജനങ്ങളുടെ ഉയർന്ന സാമ്പത്തിക സ്ഥിതിയിലേക്കുള്ള ഒരു യാത്ര, ഒപ്പം തന്നെ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള സങ്കല്പത്തെ കൂടുതൽ വിപുലമാക്കുന്നു. എല്ലാം കൂടുതൽ പദ്ധതികൾ, കൂടുതൽ കാര്യങ്ങൾ ഫയലിംഗിലേക്ക് കൊണ്ടുവരുവാനായി ശ്രമിക്കുന്നു. അങ്ങനെ ഒരു വികസിത രാജ്യത്തേക്കുള്ള ഒരു യാത്രയിൽ തന്നെയാണ് ഈ ബജറ്റ് കൊണ്ടുപോകുന്നത്. ആ ലക്ഷ്യം തന്നെ തങ്ങൾ എപ്പോഴും അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു. തങ്ങളുടെ പദ്ധതികൾ അതുതന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നു. നമുക്കറിയാം, ഇന്നലെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് അടിവരയിട്ടത്. ഒപ്പം തന്നെ സർക്കാരിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ നേട്ടങ്ങളും
ഇന്നലെ നയപ്രഖ്യാപനത്തിലുണ്ടായിരുന്നു. ആ പ്രഖ്യാപനത്തിന്റെ ഒരു ആവർത്തനം പോലെ തന്നെ അക്കാര്യങ്ങൾ ഒരിക്കൽ കൂടി നിർമ്മലാ സീതാരാമൻ ഇന്ന് ബജറ്റിൽ തീർച്ചയായും ഇത്തരം വികസന നേട്ടങ്ങൾ എടുത്തു പറയുമ്പോൾ പോലും ഒരുപക്ഷെ മധ്യവർഗം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് നികുതികളിൽ എന്ത് ഇളവുകൾ ഉണ്ടാകും എന്നുള്ളത്. വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒന്നും ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് നികുതിയിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞിട്ടില്ല. അതേസമയം സ്റ്റാർട്ടപ്പുകൾക്കുള്ള ചില ഇളവുകൾ മാത്രമാണ് ധനമന്ത്രി പരാമർശിച്ചു പോയത്. സ്വപ്ന, തീർച്ചയായിട്ടും അതെ. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ തന്നെ അതിൻ്റെ ഒരു ഫലം കിട്ടണമെന്നില്ല. കാരണം ഈ ബജറ്റിന് അത്ര അടുത്ത മാർച്ച് മുതൽ നിലവിൽ വരുന്ന ഒരു ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല അതുകൊണ്ട് തന്നെയാവാം ഒരു പക്ഷേ നിർമ്മലാ സീതാരാമൻ അല്ല ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു, ടാക്സിൽ ആശങ്ക വേണ്ട, നികുതിയിൽ ആർക്കും ആശങ്ക വേണ്ട. ഒപ്പം തന്നെ ആദായ നികുതി സ്ലാബുകൾ മാറ്റം വരുത്തിയിട്ടില്ല. കാരണം നിലവിൽ 7 ലക്ഷം രൂപയാണ് ആദായ നികുതിയിൽ ഉള്ളത്. അതിലെന്തെങ്കിലും ഇളവ് പ്രഖ്യാപിക്കുന്നത് സാധാരണക്കാർക്ക് വലിയ ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയായിരിക്കും. പക്ഷേ ആ രീതിയിലേക്ക് ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ കടന്നിട്ടില്ല. തീർച്ചയായും നമുക്ക് വരും സമയത്ത് എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഇടക്കാല ബജറ്റിന്റെ കൂടുതൽ വിശദമായ റിപ്പോർട്ടുകൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ.